ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാവിലെ 9 മണി മുതൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് മത്സരം. ആദ്യ രണ്ട് മത്സരം വിജയിച്ച ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ ആശ്വാസ ജയമായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും 0-ന് പുറത്തായി വിരാട് കോഹ്ലിയായിരിക്കും ഇന്നത്തെ മത്സരത്തിലെ ശ്രദ്ധാകേന്ദ്രം. പരമ്പര നഷ്ടമായതിനാൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ന് ടേബിൾ ടോപ്പേഴ്സ് തമ്മിലുള്ള പോരാട്ടം. ഒന്നാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയും രണ്ടാം സ്ഥാനത്തുള്ള ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ടേബിൾ ടോപ്പേഴ്സായി ഗ്രൂപ്പ് ഘട്ടം അവസാനിപ്പിക്കാം. ടേബിൾ ടോപ്പേഴ്സായി എത്തുന്നവരായിരിക്കും സെമിയിൽ ഇന്ത്യയുടെ എതിരാളി. രഞ്ജി ട്രോഫിയിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മത്സരത്തിനായി കേരളം ഇന്നിറങ്ങും. പഞ്ചാബാണ് കേരളത്തിന്റെ എതിരാളികൾ. പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിൽ രാവിലെ 9:30 മുതലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ കേരളം മഹാരാഷ്ട്രയോട് സമനില വഴങ്ങിയിരുന്നു. എന്നാൽ ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയതിനാൽ കേരളത്തിന് 1 പോയിന്റ് മാത്രമാണ് ലഭിച്ചത്. IPL തിളങ്ങിയ പ്രഭ്സിറാം സിംഗ്, നമാൻദിർ, നിഹാൽ വധേരി അടക്കം സൂപ്പർ താരങ്ങൾ അടങ്ങിയ ടീമാണ് പഞ്ചാബ്. ഓസ്ട്രേലിയക്കെതിരായി 2020 പരമ്പരയുള്ളതിനാൽ സഞ്ജു സാംസൺ ടീമിൽ ഇല്ല. പ്രീമിയർ ലീഗിൽ ക്ലബ്ബുകൾ ഇന്ന് 9ാം റൗണ്ട് മത്സരത്തിനിറങ്ങും. ലീഗിൽ 5ാം സ്ഥാനത്തുള്ള ചെൽസിക്ക് സണ്ടർലാൻഡാണ് എതിരാളികൾ. ചെൽസിയുടെ മൈതാനത്ത് രാത്രി 7:30 മത്സരം. രാത്രി 10 മണിക്ക് തുടങ്ങുന്ന മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൈറ്റണെ നേരിടും. അവസാന 2 മത്സരത്തിൽ വിജയിക്കാനാകാത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് യുണൈറ്റഡ് ഇറങ്ങുന്നത്. എന്നാൽ ലീഗിൽ അവസാനം 3 മത്സരം തോറ്റ ലിവർപൂളിന് ഇന്നത്തെ മത്സരം നിർണായകമാണ്. എവേ മത്സരത്തിൽ ബ്രെഡ്ഫോർഡാണ് നിലവിലെ ചാമ്പ്യന്മാരുടെ എതിരാളികൾ. ജർമ്മൻ ലീഗിൽ അപരാജിതരായി മുന്നേറുന്ന ബയേണിനും ഫ്രഞ്ച് ലീഗിൽ PSG-ക്കും ഇന്ന് മത്സരമുണ്ട്. ഇന്ത്യയിലെ ആഭ്യന്തര സീസണിന് മുന്നോടിയായി നടക്കുന്ന സൂപ്പർ കപ്പിന് ഇന്ന് കിക്ക് ഓഫ്. ഉദ്ഘാടന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ടെമ്പോ ഗോവയെ നേരിടും. വൈകിട്ട് 4:30 മത്സരം. രാത്രി 7:30 മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ചെന്നൈയിൻ FC-യെ നേരിടും. ഗോവയാണ് ഇത്തവണ സൂപ്പർ കപ്പിന് വേദിയൊരുക്കുക. 27-ന് പഞ്ചാബ് FC-ക്കെതിരെയാണ് ഗോകുലം കേരളയുടെ ആദ്യ മത്സരം. 30-ന് രാജസ്ഥാൻ യുണൈറ്റഡിനെ കേരള ബ്ലാസ്റ്റേഴ്സും നേരിടും. സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സിന് ജയം. ഫോഴ്സ കൊച്ചി ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ സർഡേഡിനെയാണ് വിജയ ഗോൾ നേടിയത്. 3 മത്സരങ്ങളിൽ 7 പോയിന്റുമായി കണ്ണൂർ ലീഗിൽ ഒന്നാമതെത്തി.